വെൽക്കം ബാക്ക് ടു കടുകുമണി വ്ളോഗ്സ്. എല്ലാവർക്കും കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റു. ഇനി നമുക്ക് അടുക്കളയിൽ രാവിലത്തെ കഴിക്കാനുണ്ടാക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്ക് വേണ്ട മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ആവിയിലേക്ക് വയ്ക്കുകയാണ്. പിന്നെ എനിക്ക് അധികവും തേങ്ങ വിരിച്ചിടുന്നത് യാദുവാണ്. അവന് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. അവൻ വേഗം പെട്ടെന്ന് തന്നെ ഞാൻ ആക്കാമെന്ന് പറഞ്ഞിട്ട് അവന് താല്പര്യത്തോടെ ചെയ്യും അത്. അങ്ങനെ ഇഡ്ഡലി ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള ചമ്മന്തി തയ്യാറാക്കുകയാണ്. അതിനായി കുറച്ച് തേങ്ങ, ചുവന്ന മുളക്, പുളി എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ച് ഇടണം. അതിനായി അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ചുവന്ന മുളക് പൊട്ടിച്ച ശേഷം അത് ചമ്മന്തിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായ ഇഡ്ഡലിയാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എപ്പോൾ ഒരു ഭക്ഷണം തന്നെ ഉണ്ടാക്കുമ്പോൾ മടുപ്പാണ്. അതുകൊണ്ട് ഇന്ന് ഇഡ്ഡലി കുറേയായി ഉണ്ടാക്കാത്തത്. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും ആക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇന്ന് മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി പച്ചമുളക്, തക്കാളി, ഇഞ്ചി എല്ലാം കൂടി മുറിച്ചിട്ടിട്ടുണ്ട്. മത്തി അതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിക്കണം. അപ്പോഴേക്കും അതിനുള്ള അരവ് തയ്യാറാക്കണം. കുറച്ച് തേങ്ങയെടുത്തു, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മീൻകറിയൊക്കെ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലും ഓരോ പ്രത്യേക തരത്തിലുമായിരിക്കും എല്ലാവരും വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയും വെക്കാറുണ്ട്. ചിലപ്പോൾ അരച്ചത് നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ മത്തി അതിലേക്ക് ഇടുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ചേർത്തിട്ട് തിളപ്പിക്കുകയാണ്. പുളിവെള്ളവും ഒഴിച്ച് നന്നായി തിളപ്പിച്ചു. അപ്പോൾ മീൻ കറിയും പയർ വറവുമാണ്. പിന്നെ വൈകുന്നേരം ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം ഈ വർഷത്തെ ചക്ക കിട്ടി. അപ്പോൾ അധികം മൂത്ത ചക്കയല്ല. അപ്പോൾ വേവിച്ചതിന് ശേഷം അത് വറവിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയായിരുന്നു ഇത്. അപ്പോൾ ഇച്ചുവിൻ്റെ കുരുത്തക്കേടാണ് കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് വന്ന് പഠിക്കലാണ്. ഒറ്റയ്ക്ക് തന്നെ എല്ലാം തീർത്തോളും. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ കണക്കൊക്കെ ഇരുന്ന് ചെയ്യലാണ്. കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവൻ സ്വന്തമായി ചെയ്തുകൊള്ളും. എഴുതേണ്ടത് എഴുതും, പഠിക്കേണ്ടത് പഠിക്കും. അതാരും കുറച്ചധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? പറ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.